തമിഴ്നാട് വാൽപ്പാറയിലെ ഹെയർപിൻ വളവിൽ വീണ്ടും വാഹന അപകടം. വിനോദസഞ്ചാരികളുടെ ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞ് 20 പേർക്ക് പരിക്കേറ്റു. രാമനാഥപുരം സ്വദേശികളുടെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. വൈകിട്ട് 5:30ഓടെയായിരുന്നു അപകടം. വിവരങ്ങളുമായി ലെവിൻ കെ വിജയനാണ് ചെയ്യുന്നത്. ലെവിൻ, ഈ വാൽപ്പാറ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു വലിയ ദുരന്തത്തിന്റെ ഓർമ്മയാണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. ഇപ്പോൾ ഈ അപകടം നടന്നത് അതേ സ്ഥലത്താണോ? ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനിലയൊക്കെ എങ്ങനെയാണ്? കൂടിയാണ് അപകടം നടന്നിട്ടുള്ളത്. തമിഴ്നാട് സ്വദേശികളായിട്ടുള്ള ആളുകൾ സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. നേരത്തെ മലപ്പുറത്ത് നിന്നുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ട അതേ പ്രദേശത്താണ്. പക്ഷേ അപകടം നടന്ന സ്ഥലം 1-ാം നമ്പർ ഹെയർപിൻ വളവാണ്. നേരത്തെ നടന്ന അപകടം 7-ാം നമ്പർ ഹെയർപിൻ വളവിലാണ്. മലയാളി അധ്യാപകർ അടക്കമുള്ള ആളുകൾ മരിച്ച അതേ സ്പോട്ടിൽ തന്നെയാണ്. ഇവര് വിനോദസഞ്ചാരത്തിനായിട്ടാണ് വാൽപ്പാറയിലേക്ക് എത്തിയത്. അതിനുശേഷം ഈ പറയുന്ന സ്ഥലത്ത് അവരവിടെ സഞ്ചരിക്കുകയും അവിടെ വെച്ച് വാഹനത്തിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ട് 10 മീറ്റർ താഴ്ചയിലേക്ക് താഴോട്ട് പതിക്കുകയുമായിരുന്നു. നിരവധി ഹെയർപിൻ വളവുകളുള്ള ഒരു പ്രദേശം തന്നെയാണ്. കേരളത്തിന്റെയും തമിഴ്നാടിന്റെയുമായി 5 ചെക്ക് പോസ്റ്റുകൾ കടന്നു വേണം ഈ പ്രദേശത്തേക്ക് വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ. ഏതായാലും വാൽപ്പാറ മേഖല ഒരു പ്രധാനപ്പെട്ട തമിഴ്നാട്ടിലെ ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ്. അവിടെ എത്തി സഞ്ചരിച്ചതിന് ശേഷമാണ് രാമനാഥപുരം സ്വദേശികളായിട്ടുള്ള രാമനാഥപുരം ജില്ലയിൽ നിന്നുള്ള വിനോദസഞ്ചാരികളായിട്ടുള്ള ഈ സംഘം തിരികെ മടങ്ങുന്നതിനിടയിൽ അപകടം സംഭവിക്കുകയായിരുന്നു. വൈകിട്ട് 5:30 അപകടം. 10 മീറ്റർ താഴ്ചയിലേക്ക് പതിച്ച വാഹനത്തിൽ നിന്നും പലരും പുറത്തേക്ക് തെറിച്ചു വീഴുകയും പരിക്കേൽക്കുകയും മറ്റും ചെയ്തിട്ടുണ്ട്. ഇവരെ എല്ലാവരും തന്നെ ഫയർഫോഴ്സും പോലീസും ചേർന്ന് പ്രദേശവാസികളായിട്ടുള്ള ആളുകളും ചേർന്ന് പൊള്ളാച്ചി ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പലരുടെയും ആരോഗ്യനില ഗുരുതരമാണ് എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഔദ്യോഗികമായി ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഒരു മരണങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം. ഏതായാലും തമിഴ്നാട് സർക്കാരും ഫയർഫോഴ്സും പോലീസും എല്ലാം കാര്യക്ഷമമായി ഇടപെട്ടുകൊണ്ട് രക്ഷാപ്രവർത്തന ദൗത്യങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ബസ്സിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ ചിലരെ വേഗത്തിൽ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റുള്ള ആളുകൾക്ക് കാര്യമായ പരിക്കുകളില്ല. എന്നാൽ ഇവരാരൊക്കെയാണെന്നോ ഇവരുടെ നമ്പറുകൾ എത്രയാണെന്നോ ഒരു വ്യക്തത ഇനിയും വന്നിട്ടില്ല. ഏതായാലും രക്ഷാപ്രവർത്തന ദൗത്യം തുടരുകയാണ്. തമിഴ്നാട് സർക്കാർ ഈ പറയുന്ന മേഖലയിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്കും വാഹനങ്ങൾക്കുമൊക്കെ വലിയ മുന്നറിയിപ്പ് തന്നെയാണ് നൽകുന്നത്. പക്ഷേ അപകടകരമായിട്ടുള്ള പ്രദേശമാണ്. ഹെയർപിൻ വളവുകളാണ്. മടക്കുകളായി തിരിയുന്ന മലയെ ചുറ്റി സഞ്ചരിക്കുന്ന പാതയാണ്. അതുകൊണ്ട് തന്നെ അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത ഏറെയാണ്. വളരെ ശ്രദ്ധിച്ച് വാഹനം ഓടിച്ചാൽ മാത്രമേ ഈ പറയുന്ന പ്രദേശത്ത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡ്രൈവർമാർ വാഹനം ഓടിച്ചാൽ മാത്രമേ സുരക്ഷിതമായി യാത്ര ചെയ്യാനാകൂ എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഏതായാലും തമിഴ്നാട് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഈ പരിക്കേറ്റ ആളുകളെയും ആശുപത്രിയിൽ എത്തിച്ച ആളുകളെയും ഒക്കെ അവരുടെ അടിയന്തര ചികിത്സകൾക്ക് വേണ്ട സഹായങ്ങൾ ലഭ്യമാകുമെന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ലെവിൻ, എന്തായാലും നിലവിൽ ആളപായമൊന്നും ഇല്ലെന്ന് പറയുന്നത് വലിയൊരു ആശ്വാസമാണ്. ലെവിൻ കെ വിജയനാണ് അതിന്റെ വിവരങ്ങൾ നൽകിയത്.